Hi all, welcome to the class. Today we are going to discuss a small topic in advanced manufacturing technology. Already we are discussing first module and it is the fifth part of my presentation. In this presentation we are going to discuss program logic controllers, latching, timers, counters and internal relays. It's a very important topic and we are not having enough time to cover this, so be careful and understand these terms. First of all, we are going to study what is program logic controllers. നമ്മൾ പണ്ട് മുതലേ IC ചിപ്സും മറ്റേതൊക്കെയാണ് പ്രോഗ്രാമിങ്ങിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം ലോജിക് കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈക്രോ പ്രൊസസ്സർ ബേസ്ഡ് സിസ്റ്റമാണ്. നമ്മൾ ഇലക്ട്രോണിക്സിൽ നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു സാധനമാണ് മൈക്രോ പ്രൊസസ്സേഴ്സ്. അതിന് ധാരാളം മെമ്മറിയും ഒരു ലോജിക്കൽ ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റുന്ന ഒരു എക്യുപ്മെൻ്റാണ് പ്രോഗ്രാം ലോജിക് കൺട്രോളേഴ്സ് അല്ലെങ്കിൽ PLC എന്ന് പറയുന്നത്. ഒരു PLCയിൽ പല വിധത്തിലുള്ള സർക്യൂട്ട്സ് ഉണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ടൈമിംഗ് സർക്യൂട്ട് ഉണ്ട്, സീക്വൻസിങ് ഉണ്ട്, ലോജിക് സർക്യൂട്ട് ഉണ്ട്, കൗണ്ടിങ് സർക്യൂട്ട്സ് ഉണ്ട്, റിലേ സർക്യൂട്ട്സ് ഉണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള സർക്യൂട്ട്സ് ഉണ്ട്. അക്കോർഡിംഗ് ടു അവർ നെസസിറ്റി വി ക്യാൻ ഫൈനലൈസ് ഓർ സെലക്ട് ആൻ PLC സർക്യൂട്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് വൈ വി നീഡ് എ PLC. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്കിത് കാണാനും പറ്റും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർഡ്വെയർസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന IC ചിപ്സും മറ്റൊക്കെ ആണെങ്കിൽ നമ്മുടെ എക്യുപ്മെൻറ്റിൻ്റെ മെമ്മറി അല്ലെങ്കിൽ ലോജിക് സർക്യൂട്ട്സ് എല്ലാം തന്നെ വലിയൊരു റിക്വയർമെൻ്റ് ഉണ്ട്. ലൊക്കേഷൻ അഥവാ കുറച്ച് ചെറിയ സ്ഥലത്തൊന്നും നമുക്ക് ഈ സർക്യൂട്ട്സ് എല്ലാം തന്നെ ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ സൈസ് കുറച്ച് അതുകൊണ്ട് തന്നെ ഹാർഡ്വെയർ പാനൽസിനെ മാറ്റി നമുക്ക് PLCയിലേക്ക് പോകാം. ടോട്ടൽ സൈസ് ഓഫ് എക്യുപ്മെൻറ്റ്സ് റെഡ്യൂസ് ചെയ്യാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് മെക്കാനിക്കലായിട്ട് തന്നെ ചെയ്യണമെന്നില്ല, സോളിഡ് സ്റ്റേറ്റിൽ ചെയ്യാം. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഏത് നിമിഷം വേണമെങ്കിൽ നമുക്ക് പ്രോഗ്രാം മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാം. അത് പ്ലാന്റിലെ ഇലക്ട്രീഷ്യൻസ് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അതുപോലെ ഒരു ഇൻഡസ്ട്രിയിൽ വേണ്ട ഓൾമോസ്റ്റ് എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് PLC വെച്ചിട്ട് ചെയ്യാൻ സാധിക്കും. ഇനി പറയുന്നത് PLCയുടെ ഫീച്ചേഴ്സാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ റഗ്ഡ് വിത്ത്സ്റ്റാൻഡ് ഇൻഡസ്ട്രിയൽ എൻവയോൺമെൻറ്റ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ്, ഹ്യൂമിഡിറ്റി, മെക്കാനിക്കൽ ഷോക്ക്, വൈബ്രേഷൻ എക്സെട്ര എന്ത് വേണമെങ്കിലും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെൻറ്റ്സാണ് PLC ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എല്ലാം തന്നെ കൺട്രോളറിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ അതിനും വലിയൊരു ഇൻ്റർഫേസിങ്ങിൻ്റെ പ്രോബ്ലംസ് വരുന്നില്ല. ആൻഡ് വളരെ ഈസി ആയിട്ട് നമുക്ക് PLC പ്രോഗ്രാം ചെയ്യാം. അതുപോലെ നമുക്ക് PID കൺട്രോളോ ലോജിക് കൺട്രോളോ എങ്ങനെ വെച്ചിട്ട് വേണമെങ്കിലും PLCനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് PLCൻ്റെ ഫീച്ചേഴ്സ്. പിന്നെ പല വിധത്തിലെ PLCs ഉണ്ട്. നിങ്ങൾക്ക് ചിത്രത്തിൽ ഒരു PLCൻ്റെ നോർമൽ ഫിഗർ കാണാൻ പറ്റും. അതിനകത്ത് തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ പല വിധത്തിലെ ഇൻപുട്ട് ഔട്ട്പുട്ട് എല്ലാത്തിനുമുള്ള സോക്കറ്റ്സ് ഉണ്ട്. പ്രോഗ്രാമിൻ്റെ മൊത്തം സെറ്റപ്പ് കുറേ പ്രോഗ്രാംസിനുള്ള ഒറ്റ സെറ്റപ്പാണ് ഈ കാണുന്നത്. സോ ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി വെരി ലെസ് ഇൻ സൈസ്. അതുപോലെ ഇതിൻ്റെ PLC കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജസ് വൈ വി ആർ യൂസിങ് ബെനിഫിറ്റ്സ് പറയണം. ബെനിഫിറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഫ്ലെക്സിബിൾ ബിക്കോസ് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ പ്രോഗ്രാം എഡിറ്റ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. ഫാസ്റ്റർ റെസ്പോൺസ് ടൈം, ലെസ് ആൻഡ് സിമ്പിൾ വയറിംഗ്, solid state, no moving parts, and modular design, easy to repair and expand. Then handles much more complicated system and sophisticated instruction set available. അതേപോലെ തന്നെ allow diagnostics, easy to troubleshoot, and finally less expensive. ഇതിൻ്റെ അകത്ത് നമുക്ക് ഏത് മോഡിഫിക്കേഷൻസും വരുത്താം, ഫ്ലെക്സിബിലിറ്റിയാണ്. പിന്നെ വളരെ നല്ല റെസ്പോൺസ് ടൈം ഉണ്ട്. വയറിങ്സ് എല്ലാം വളരെ സിമ്പിളായിട്ട് ആർക്കും മനസ്സിലാവുന്ന കേസാണ്. മൂവിങ് പാർട്സ് ഒന്നുമില്ല. സോളിഡ് സ്റ്റേറ്റിൽ സാധാരണ പോലെ നിൽക്കുന്നതാണ്. വളരെ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ളതും എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിനുള്ളത്. അതേപോലെ തന്നെ എത്ര കോംപ്ലിക്കേറ്റഡ് എക്യുപ്മെൻറ്റ്സും നമുക്ക് ഇത് വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഒരു പ്രിലിമിനറി സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റ് അവൈലബിളുമാണ്. അതുപോലെ ഈസി ടു ട്രബിൾ ഷൂട്ട്, മെയിൻ്റെനൻസ് എല്ലാം വളരെ ഈസിയാണ് ആൻഡ് ഇൻഎക്സ്പെൻസീവ് ആണ്. പിന്നെ ഒരു PLCൻ്റെ മെയിൻ കമ്പോണൻസാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ചിത്രം നോക്കാം, ഇത് മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ.
ഒരു മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇത്രയാണ് ഒരു PLCൻ്റെ മെയിനായിട്ടുള്ളത്. ഈ മെമ്മറിയിലാണ് പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നത്. ആ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ അകത്ത് നമുക്ക് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റാണ് ഇതിനെ ഫുൾ കൺട്രോൾ ചെയ്യുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലാണ് റിയൽ വേൾഡുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വരുന്നത്. അഥവാ ഇത് ഇൻട്രാക്ഷൻ ഫേസാണ്. ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ടിൻ്റെ ഡാറ്റ മെമ്മറിയിൽ പോയി റീഡ് ചെയ്ത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലും, അതേപോലെ തന്നെ ഡാറ്റ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ടും സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലും, അതേപോലെ കൺട്രോളും ചെയ്തിട്ട് ഫൈനലി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാക്കി തരിക ചെയ്യാം. ഇൻപുട്ട് എടുത്തതുപോലെ തന്നെ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, അതായത് മോണിറ്റേഴ്സ് അല്ലെങ്കിൽ പ്രിൻറ്റേഴ്സ്, അങ്ങനെയുള്ള ഡിവൈസ് വഴിയാണ് നമുക്ക് PLCയുടെ ഔട്ട്പുട്ട്സ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് PLC പ്രോഗ്രാമിംഗ്. PLC പ്രോഗ്രാമിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ലാഡർ പ്രോഗ്രാമിംഗ്. ഇത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചിത്രത്തിൽ 2 ഫിഗേഴ്സാണ് ഉള്ളത്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോർമൽ ഒരു ഫിഗറാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ DC ഇൻപുട്ട്, ഡയറക്റ്റ് കൺട്രോൾ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്ത സ്വിച്ച് ഉണ്ട്, അത് മോട്ടർ ഉണ്ട്, തിരിച്ചിട വരുന്നുണ്ട്. ഇതൊരു ഇലക്ട്രിക്കൽ സിസ്റ്റമാണ്, നിങ്ങൾ ഓൾറെഡി പലപ്പോഴായിട്ട് കണ്ടതായിരിക്കും. ഇതിനെ നമുക്കൊരു PLC പ്രോഗ്രാമായിട്ട്, ലാഡർ പ്രോഗ്രാമായിട്ട് മാറ്റുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ചേഞ്ചാണ് ഈ കാണുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ 2 വെർട്ടിക്കൽ ലൈൻസ് ഉണ്ട്. ഇവിടെ L1 L2 എന്ന് പറയുന്ന 2 ലൈൻസിനെ അവരിവിടെ ഒരു വെർട്ടിക്കൽ പവർ റെയിൽസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ഹൊറിസോണ്ടൽ ലൈനായിട്ട് കാണുന്ന ഇതിന് റഗ് എന്നാണ് പറയുക. അതിൻ്റെ അകത്താണ് നമ്മളുടെ കമ്പോണൻസിനെ കാണിക്കുക. എല്ലാ ഡാറ്റയും ഈ സൈഡിൽ നിന്ന് മുതൽ ഇങ്ങോട്ടേക്കാണ് റീഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ സ്വിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോട്ടർ, അങ്ങനെ ഇവിടുന്ന് ലൈനിലേക്ക് കൂടി കറണ്ട് വന്ന് ആ കറണ്ട് ഉപയോഗിച്ച് മോട്ടർ വർക്ക് ചെയ്തു, തിരിച്ച് ലൈൻ ക്ലോസ് ആയി. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ നോക്കാം. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഡാറ്റ വായിക്കുന്നത്. 2 പവർ റെയിൽസ് നിർബന്ധമാണ് ഒരു PLC പ്രോഗ്രാമിങ്ങിൻ്റെ, ലാഡർ പ്രോഗ്രാമിങ്ങിൽ. പിന്നെ റങ് ഹൊറിസോണ്ടലായിട്ട് പാരലായിട്ടാണ് നമ്മൾ വരച്ചുണ്ടാക്കുക. ഏറ്റവും അവസാനം എൻഡ് റങ്ങും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റങ്ങിൻ്റെ എണ്ണം എത്ര ആയാലും നമ്മൾ ഡാറ്റ റീഡ് ചെയ്യുക. പവർ റെയിലിൽ ആദ്യത്തെ ലൈൻ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ രണ്ടാമത്തെ ലൈൻ റീഡ് ചെയ്യുള്ളൂ. അത് ഏറോസ് വെച്ച് നോക്കുക. ആദ്യം ഇങ്ങനെ റീഡ് ചെയ്യും, അതിനുശേഷം രണ്ടാമത്തെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ റീഡ് ചെയ്യും, പിന്നെ മൂന്നാമത്തെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ റീഡ് ചെയ്യും, നാലാമത്തെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ റീഡ് ചെയ്യും. ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് എൻഡ് വരെ റീഡ് ചെയ്യും. ഇതാണ് ഒരു ലാഡർ പ്രോഗ്രാമിങ്ങിൻ്റെ റീഡിങ് മെത്തേഡ്. അത് വളരെ ശ്രദ്ധിക്കണം. ഇനി വേറെന്ന് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സിമ്പിൾസാണ്. ഒരു റങ്സ് എല്ലാം നമ്മൾ കാണിക്കുന്നതിന് ഹൊറിസോണ്ടൽ ലൈൻസാണ് കാണിക്കുക. അതുപോലെ തന്നെ ഇൻ്റർസെക്ഷൻസ് ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പവർ ഫ്ലോസ് എല്ലാം നമുക്ക് ഈ ഒരു സിമ്പിൾ വെച്ച് കാണിക്കാം. പിന്നെ ലോവർ ഹാൻഡ് കണക്ഷനും റൈറ്റ് ഹാൻഡ് കണക്ഷനും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ ഓപ്പൺ സ്വിച്ചും ക്ലോസ് സ്വിച്ചും ഇങ്ങനെ കാണിക്കുക. ഔട്ട്പുട്ടാണ് ഫൈനലി കാണിച്ചിരിക്കുന്ന ബ്രാക്കറ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് നമ്മൾ പണ്ട് മുതലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൻഡ് ഗേറ്റിൻ്റെ ഒരു വർക്കിംഗ് നോക്കാം. ആൻഡ് ഗേറ്റ് എന്നുള്ളതിൻ്റെ ട്രൂത്ത് ടേബിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. 0 0 0 0 1 0 1 0 0 1 1 1. അതിൻ്റെ ഒരു ആൻഡ് ഗേറ്റിൻ്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് സിമ്പിൾ, ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിളാണ്. ഇത് അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയാം. ബ്ലോക്ക് ഡയഗ്രത്തിൽ ആൻഡ് എന്നുള്ളത് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നത്. അതായത് 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉണ്ടാകുന്നത്. ഇവിടെ ഇതാണ് അതിൻ്റെ ശരിയായ വർക്കിംഗ് ചിത്രം. ഇവിടെ ഒരു അപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഇതും ഓപ്പൺ ആണെങ്കിൽ 0 0 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഔട്ട്പുട്ട് കിട്ടില്ല. ഇപ്പം 1 ക്ലോസ് ചെയ്തു, A ക്ലോസ് ചെയ്തു, B ക്ലോസ് ചെയ്തില്ലെങ്കിലും ഇതിലെ കൂടി ഫ്ലോ ഉണ്ടാവില്ല. A ഓപ്പൺ ആക്കി വെച്ച് B ക്ലോസ് ചെയ്താലും ഫ്ലോ ഉണ്ടാവില്ല. Aയും Bയും ക്ലോസ് ചെയ്താൽ മാത്രമേ ഇതിലെ കൂടി ഫ്ലോ ഔട്ട്പുട്ടിൽ കിട്ടുള്ളൂ. അതാണ് ഈ ട്രൂത്ത് ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ലാഡർ ഡയഗ്രാം എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതാണ് നോക്കുന്നത്. ലാഡർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ 2 വെർട്ടിക്കൽ പവർ റെയിൽസ് വരച്ചു. അതിനുശേഷം നമ്മളൊരു ഹൊറിസോണ്ടൽ റങ് വരക്കാണ്. അതിൻ്റെ അകത്ത് 2 സ്വിച്ചസ് ആണുള്ളത്. സ്വിച്ചസ് നേരത്തെ നമ്മൾ സിമ്പിൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് സിമ്പിൾ ഓഫ് സ്വിച്ച് A B. ആ രണ്ടിലും 0 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ Aയിൽ ഇൻപുട്ട് കൊടുത്ത് Bയിൽ കൊടുത്തിട്ടില്ലെങ്കിലും ഔട്ട്പുട്ട് ഉണ്ടാവില്ല. Aയിൽ കൊടുക്കാണ്ട് Bയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. Aയിലും Bയിലും ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഒരു ഡയഗ്രാം കൂടിയാണ് ഇവിടെ. ആദ്യത്തെ കേസിൽ Aയും ഇല്ല, Bയും ഇല്ല, ഔട്ട്പുട്ടും ഇല്ല. രണ്ടാമത്തെ A ഉണ്ട്, B ഇല്ല, ഔട്ട്പുട്ടില്ല. അടുത്തത് A ഉണ്ട്, B ഉണ്ട്, അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഉണ്ട്. നാലാമത്തെ A ഇല്ല, B ഉണ്ട്, ഔട്ട്പുട്ട് ഇല്ല. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ ഡയഗ്രാം കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതാണ് ആൻഡ് ഗേറ്റിൻ്റെ നോർമൽ ചിത്രം.
സിമ്പിൾ, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, ട്രൂത്ത് ടേബിൾ, ലാഡർ ഡയഗ്രാം ആൻഡ് ഫൈനലി ടൈമിംഗ് ഡയഗ്രാം. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ലാച്ചിങ്. ലാച്ചിങ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം സർക്യൂട്ടാണ്, കുറച്ച് ഇമ്പോർട്ടൻറ്റും കൂടിയാണ്, ശ്രദ്ധിക്കണം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് എ കൊടുക്കുന്നതനുസരിച്ചിട്ട് ബിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്. ഈ ചിത്രത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അല്ല കറക്റ്റാണ്, സോറി. ഇതിൻ്റെ അകത്ത് ഇപ്പം കൊടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ റങ്ങിൽ പവർ ലൈൻ കൊടുത്തു, ഇവിടെ സ്വിച്ച് ഓപ്പൺ ആണെങ്കിൽ ഇവിടെ ഔട്ട്പുട്ട് കിട്ടില്ല, സർക്യൂട്ട് കംപ്ലീറ്റ് ആവില്ല. വീണ്ടും നമ്മൾ ഇവിടെ ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ, എ എന്ന് പറയുന്നതിന് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവും. അന്നേരം ഇതിലെ കൂടി ഫ്ലോ വന്ന് ഔട്ട്പുട്ട് വരെ ലൈറ്റ് കത്തും. ലൈറ്റ് കത്തുക മാത്രമല്ല, ഈ ഔട്ട്പുട്ട് ആക്ടിവേറ്റ് ആയാൽ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്, വേറൊരു ഇൻപുട്ട് സ്വിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. താഴെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്വിച്ച് കാണാൻ പറ്റും. ആ ഔട്ട്പുട്ട് എന്ന് പറയുന്ന സ്വിച്ച് ആക്ടിവേറ്റ് ആവും ഓട്ടോമാറ്റിക്കലി. ഇവിടെ ഔട്ട്പുട്ട് സിഗ്നൽ വരുമ്പോൾ താഴത്തെ ഔട്ട്പുട്ട് സ്വിച്ച് ആക്ടിവേറ്റ് ആവും. അന്നേരം നമ്മളിനി ഇൻപുട്ട് എ ഒഴിവാക്കി കഴിഞ്ഞാലും താഴത്തേക്കൂടി ഈ ഔട്ട്പുട്ടിലേക്ക് കൂടി വന്ന് അത് ബിയിലേക്ക് കൂടി വന്ന് ഔട്ട്പുട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിലനിർത്തും. അതാണ് ഒരു ലാച്ചിങ് സർക്യൂട്ട്. ലാച്ചിങ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം ഇൻപുട്ട് കൊടുത്ത് ഇൻപുട്ട് കട്ട് ചെയ്താലും ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ലാച്ചിങ് സർക്യൂട്ട്. ഇതിന് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിന് നമുക്ക് കട്ട് ചെയ്യാൻ ഒരേ സമയത്തേ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഇൻപുട്ട് ബിയിൽ ഒരു സിഗ്നൽ കൊടുക്കണം. ഓട്ടോമാറ്റിക്കലി 0 കൊടുക്കുമ്പോൾ അത് ക്ലോസ്ഡ് പൊസിഷനിലാണ് ഉള്ളത്. ഒരു സിഗ്നൽ കൊടുത്താൽ ഇത് ഓപ്പൺ പൊസിഷനിൽ വരും. അന്നേരം ഔട്ട്പുട്ട് കട്ടാവും, ഓട്ടോമാറ്റിക്കലി താഴത്തെ ഔട്ട്പുട്ടും കട്ടാവും. ഇങ്ങനെയാണ് ഇതിനെ കട്ട് ചെയ്യുക, ലാച്ചിങ് കട്ട് ചെയ്യുക. ഒന്നും കൂടി പറയാം. നോർമൽ കേസിൽ ഇൻപുട്ട് എ ഓപ്പൺ സ്വിച്ചും ഇൻപുട്ട് ബി ക്ലോസ്ഡ് സ്വിച്ചും ഔട്ട്പുട്ടുമാണ് ഉള്ളത്. അന്നേരം ഇൻപുട്ട് എയിൽ ഒരു സിഗ്നലും കൊടുക്കുന്നതിൽ ഔട്ട്പുട്ട് കിട്ടില്ല. ഇൻപുട്ട് എ സിഗ്നൽ കൊടുത്താൽ അത് ക്ലോസ് ആവും, ഓട്ടോമാറ്റിക്കലി ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ട് വെച്ചിട്ട് താഴത്തെ സ്വിച്ച് ഔട്ട്പുട്ട് സ്വിച്ച് ജനറേറ്റ് ആവും, അഥവാ ഓണാവും. ഓണാവുക എന്ന് പറഞ്ഞാൽ ക്ലോസ് ആവും. അങ്ങനെ ക്ലോസ് സ്വിച്ച് ആയിട്ടുള്ള ഔട്ട്പുട്ടിലേക്ക് കൂടി കണ്ടിന്യൂസ് ആയിട്ട് ബി വഴി ഔട്ട്പുട്ട് വന്നുകൊണ്ടേ ഇരിക്കും. ഈവൺ എ എന്ന് പറയുന്ന ഇൻപുട്ട് കട്ട് ചെയ്താലും. ഈ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ബി എന്ന് പറയുന്ന ക്ലോസ് സ്വിച്ചിൽ ഒരു സിഗ്നൽ കൊടുക്കുക. സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. ഓപ്പൺ ആകുമ്പോൾ സർക്യൂട്ട് ബ്രേക്ക് ആവും. ഇതാണ് ലാച്ചിങ് സർക്യൂട്ട്. ഇതൊരു ലാച്ചിങ് സർക്യൂട്ടിൻ്റെ ഒരു വർക്കിംഗ് എക്സാമ്പിളാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇൻപുട്ട് എന്നുള്ളതാണ് ഇവിടെ X400 എന്ന് പറഞ്ഞത്. ഇത് X401 ഒരു സ്റ്റോപ്പ് സ്വിച്ചാണ്, ക്ലോസ് സ്വിച്ചാണ്. ഇത് ഔട്ട്പുട്ടാണ്, മോട്ടർ ഔട്ട്പുട്ടാണ്. ഇത് ഔട്ട്പുട്ട് വെച്ചിട്ടുള്ള ഒരു സ്വിച്ചാണ്. ഇവിടെ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ക്ലോസ്ഡിലാണ് ആദ്യം വേണ്ടത്. ക്ലോസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. ആ ഔട്ട്പുട്ട് വെച്ചിട്ട് Y430 വർക്ക് ചെയ്യും. അത് നേരെ സ്റ്റോപ്പ് വഴി ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. പിന്നെ Y ക്ലോസ് ആവുന്ന സമയത്ത് തന്നെ ഇവിടെ ഔട്ട്പുട്ട് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ലൈറ്റ് ഇവിടെ ഓൺ ചെയ്യാനുള്ള പ്രൊവിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അഥവാ ഇൻ കേസ് ഇവിടെ സിഗ്നൽ ഇല്ലെങ്കിൽ വേറൊരു ലൈറ്റ് ഓൺ ചെയ്യാനുള്ള പ്രൊവിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇതാണ് ലാച്ചിങ് സർക്യൂട്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ടൈമേഴ്സ്. നമ്മളൊരു PLC സർക്യൂട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഇൻപുട്ട് കൊടുത്ത് ഒരു 10-15 സെക്കൻഡിന് ശേഷം അല്ലെങ്കിൽ 1 മിനിറ്റിന് ശേഷം ഔട്ട്പുട്ട് കിട്ടുന്ന വിധത്തിൽ നമ്മൾ കണക്ഷൻ മാറ്റേണ്ടി വരും. അതിനുപയോഗിക്കുന്നൊരു സിസ്റ്റമാണ് ടൈമിംഗ് സർക്യൂട്ട്സ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ടൈമിംഗ് സർക്യൂട്ടാണ്. ഇവിടെ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടൈമറിലാണ് ഔട്ട്പുട്ട് വരുന്നത്. ആ ടൈമർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് T450 എന്ന് പറയുന്ന ഒരു വിധത്തിലാണ് കൊടുത്തിരിക്കുന്നത്. K5 എന്ന് കൊടുത്തിട്ടുണ്ട്. അന്നേരം ഇവിടെ ഒരു ഇൻപുട്ട് കഴിഞ്ഞാൽ ഇതൊരു ടൈമറാണ്. ടൈമർ റൺ ചെയ്യാൻ തുടങ്ങും. ഇതാണ് ടൈമിംഗ് സമയം കൊടുത്തിരിക്കുന്നത്. K എന്നുള്ള വാല്യൂ വെച്ച് പറയുന്നത് ടൈമിംഗ് ആണ്. 5 സെക്കൻഡ്സ് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അന്നേരം ഇവിടെ ഇൻപുട്ട് കൊടുത്ത് ഇത് ക്ലോസ് ആയാൽ സിഗ്നൽ നേരെ ഇവിടത്തേക്ക് വരും. അവിടെ വെയിറ്റ് ചെയ്യും. 1 2 3 4 5 5 സെക്കൻഡ് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ഇൻപുട്ട് ടൈമർ ഇൻപുട്ട് സ്റ്റാർട്ട് ചെയ്യും, ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് ഒരു ടൈമിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത്. പല വിധത്തിലുള്ള ടൈമേഴ്സ് ഉണ്ട്. ഓൺ ഡിലേ ടൈമർ ഉണ്ട്, ഓഫ് ഡിലേ ടൈമർ ഉണ്ട്, പൾസ് ടൈമർ ഉണ്ട്. അതിൻ്റെ എല്ലാം വർക്കിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇൻപുട്ട് കൊടുക്കുന്നില്ലെങ്കിൽ ഔട്ട്പുട്ട് ഇല്ല, ഇൻപുട്ട് കൊടുത്തപ്പോഴും ഔട്ട്പുട്ട് ഇല്ല. ഒരു സ്പെസിഫിക് പീരീഡ് കഴിഞ്ഞപ്പോൾ ഇൻപുട്ട് കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് ഉണ്ട്, ഇൻപുട്ട് കട്ടായപ്പോൾ ഔട്ട്പുട്ട് പോയി. ഇതാണ് ഒരു ഓൺ ഡിലേ ടൈമർ.
ഇത് ഓഫ് ഡിലേ ടൈമറാണ്. ഓഫ് ഡിലേ ടൈമറിന് നേരെ ഓപ്പോസിറ്റ്. ഇൻപുട്ട് കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് ഇല്ല, ഇൻപുട്ട് കൊടുത്തപ്പോൾ തന്നെ ഔട്ട്പുട്ട് കിട്ടി. ഇൻപുട്ട് കട്ടാക്കിയിട്ടുണ്ടെങ്കിലും ഔട്ട്പുട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ മതി, ഇൻപുട്ട് ഇല്ല പക്ഷേ ഇവിടെ ഔട്ട്പുട്ട് ഉണ്ട്. അതിന് കാരണം അവിടെയാണ് ടൈമർ കൊടുത്തിരിക്കുന്നത്, ഓഫിന് ഡിലേ ടൈമർ കൊടുത്തതാണ്. അങ്ങനെയുള്ള വിധത്തിലും പിന്നെ ഒരു പൾസ് ഔട്ട്പുട്ടും കൊടുക്കാം. ഒരു നിശ്ചിതമായ ടൈമിൽ മാത്രം ഔട്ട്പുട്ട് വരും, അത് ഓട്ടോമാറ്റിക്കലി കട്ടാവും. അതാണ് ടൈമേഴ്സ് എന്നതിനെ കൊണ്ട് ഉദ്ദേശിച്ചത്. ടൈമേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് കൗണ്ടേഴ്സ്. കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രീസിലൊക്കെ ഒരു പ്ലാന്റിൽ പല പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വർക്കിങ്ങിൽ എത്ര പ്രൊഡക്ട്സ് ഉണ്ടാക്കിയെന്ന് ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവണമെങ്കിൽ അത് നമ്മൾ കൗണ്ട് ചെയ്യണം. കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 കൗണ്ടേഴ്സാണ്, ഒന്ന് അപ്പ് കൗണ്ടറും ഒന്ന് ഡൗൺ കൗണ്ടറും. അപ്പ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 അങ്ങനെ കൂടിക്കൂടി പോകുന്ന വാല്യൂസ് കൗണ്ട് ചെയ്യുന്നതാണ് അപ്പ് കൗണ്ടർ. ഡൗൺ കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് വാല്യൂ നമ്മൾ വെക്കും. ഇപ്പോൾ എക്സാക്ട്ലി 100 വെക്കുന്നതെങ്കിൽ 100, 99, 98, 97 അങ്ങനെ കുറഞ്ഞ് വരുന്നതാണ് ഒരു ഡൗൺ കൗണ്ടർ എന്ന് പറയുന്നത്. കൗണ്ടർ എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് 2 ഭാഗങ്ങളാണ് ഉണ്ടാവും. ഒരു കൗണ്ടറും ഉണ്ടാവും, ഒരു റീസെറ്റും ഉണ്ടാവും. ഒരു നിശ്ചിത ടൈം കഴിഞ്ഞാൽ റീസെറ്റ് ആക്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് 0 മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതിനാണ് റീസെറ്റ് ബട്ടൺ. അത് കൗണ്ടിങ്ങിന് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. അത് PLC വർക്ക് ചെയ്യുന്നതിൻ്റെ അകത്ത് സിഗ്നൽസ് എത്ര പ്രാവശ്യം വന്നു എന്നുള്ളത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൗണ്ടർ സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. പലതരം കൗണ്ടേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു, ഇൻപുട്ട് 2 കൊടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് വരുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. നേരെ നമുക്കിവിടെ കൗണ്ടിങ് എത്ര പ്രാവശ്യം ഇൻപുട്ട് 2 വന്നു എന്നുള്ളതെല്ലാം നമുക്കിവിടെ കൗണ്ട് ചെയ്തെടുക്കാം. ആ കൗണ്ടർ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മളുടെ ബാക്കി വർക്കിംഗ് എല്ലാം തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പല വിധത്തിലുണ്ട്. അതിൻ്റെ സർക്യൂട്ട്സ് നിങ്ങൾ നോക്കുക. പിന്നെ വരുന്നതാണ് ഇൻറ്റേർണൽ റിലേ എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ റിലേ എന്ന് പറയുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഇൻഡസ്ട്രീസിൽ എവിടെയെങ്കിലും പവർ ഫെയിലിയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരു സേഫ്റ്റി ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സർക്യൂട്ട്സാണ് റിലേ സർക്യൂട്ട്സ്. ഒരു PLC എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 100 അല്ലെങ്കിൽ thousands ഓഫ് ഇൻറ്റേർണൽ റിലേസ് എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ആക്ച്വലി നേരത്തെ പറഞ്ഞ ലാച്ചിങ്ങിൻ്റെ ഒക്കെ ഒരു സെയിം ഫങ്ഷനിങ് ആണ് റിലേസിൽ വരുന്നത്. ലാച്ചിങ് റിലേസ് തന്നെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു കോയിലിൽ കൂടി ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ ആ ഇൻപുട്ടിൻ്റെ സിഗ്നലിനെ കുറച്ച് സമയത്ത് ഹോൾഡ് ചെയ്ത് വെച്ച് ഷട്ട് ഡൗൺ ആവുന്നവരെ സേഫ് ആയിട്ട് ഓഫാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സർക്യൂട്ട്സാണ് ഇൻറ്റേർണൽ റിലേ സർക്യൂട്ട്സ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ റിലേ കട്ടിംഗ് എല്ലാം കണ്ടിട്ടുണ്ടാകും. നമുക്ക് ഡോറിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് റിലേസ്. അത് ഓട്ടോമാറ്റിക് ഡോർസ് ഒരു നിശ്ചിതമായ ടൈമിൽ ഇത്രയും സെൻസർ വരുന്ന സമയത്ത് റിലേ കട്ടായിട്ട് അത് ഓപ്പൺ ആവും. അത് ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഉടനെ ക്ലോസ് ചെയ്യും. ഇതെല്ലാം തന്നെ റിലേക്ക് എക്സാമ്പിൾസാണ്. ഇതൊരു റിലേ സർക്യൂട്ടാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇൻപുട്ട് 1, 2, 3 അതേപോലെ തന്നെ 4 കാണാൻ പറ്റും. ഇൻപുട്ട് 1ഉം 2ഉം ആക്റ്റീവ് ആണെങ്കിൽ തന്നെ ഇൻറ്റേർണൽ റിലേ 1 ആക്റ്റീവ് ആയിരിക്കും, ഔട്ട്പുട്ട് കിട്ടും. 3ഉം 2ഉം ആക്റ്റീവ് ആണെങ്കിലും ഇൻപുട്ട് കിട്ടും. അതേപോലെ തന്നെ റിലേ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇൻപുട്ട് 4ഉം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു ഫങ്ഷനിങ് ഉണ്ടാവുക. അഥവാ പവർ ഫെയിലിയറോ എന്തെങ്കിലും വരുന്ന സമയത്ത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റിലേ സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. ഇത്രയും ആണ് ഇന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. അസൈൻമെൻറ്റ്സ് ശരിക്കും എഴുതുക, പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്. അടുത്ത സെമിസ്റ്ററിലേക്കും ഇത് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഓൾ ദ ബെസ്റ്റ്.